67 വർഷം പഴകിയ ഒരു ചൂരെഴുത്തിലേക്കാണ് നമ്മുടെ യാത്ര. കൊച്ചി ഇടപ്പള്ളി മാർക്കറ്റിലാണ് 1957 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എഴുത്ത് ഇപ്പോഴും മായാതെ അതുപോലെ കിടക്കുന്നത്. മുഖം വച്ച കാള ചിഹ്നത്തിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്നതാണ് ആ മായാതെ കിടക്കുന്ന എഴുത്ത്. ഒന്നാം കേരള നിയമസഭയിലേക്കും രണ്ടാം ലോക്സഭയിലേക്കും ഒന്നിച്ചായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് നടന്നത്. വർഷം 1957 എറണാകുളം ലോക്സഭാ മണ്ഡലം രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ്. UDF-ൽ നിന്ന് AM തോമസും LDF-ന് വേണ്ടി അബ്ദുൽ ഖാദറും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന കാലം. ആ പോരാട്ടകാലത്തിൻ്റെ ഓർമ്മയായി ഇന്നും അവശേഷിക്കുകയാണ് ഇടപ്പള്ളി മാർക്കറ്റിലെ ഈ ചുവരെഴുത്ത്. എറണാകുളം ലോക്സഭാ മണ്ഡലം കണ്ട രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് അല്പം കടുത്തതായിരുന്നു. ആ കടുത്ത പോരാട്ടത്തിന്റെ അവശേഷിപ്പാണ് ഇടപ്പള്ളി മാർക്കറ്റിലെ ഈ ചുവരെഴുത്ത്. കോൺഗ്രസിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് ചിഹ്നമായിരുന്ന കാളപ്പെട്ടി അടയാളത്തിൽ വോട്ടഭ്യർത്ഥിച്ചാണ് ചുവരെഴുത്ത്. പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒരേ സമയമായിരുന്നു തെരഞ്ഞെടുപ്പ്. പാർലമെന്റിലേക്ക് മത്സരിച്ച AM തോമസിനൊപ്പം നിയമസഭാ സ്ഥാനാർത്ഥി AV ജോസഫിനും വോട്ടഭ്യർത്ഥനയുണ്ട്. പേരിനൊപ്പം സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യതയും അന്ന് ഇടം പിടിച്ചിരുന്നു. അന്ന് ഇതുപോലെ മത്സരം തന്നെയായിരുന്നു. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമായിട്ട് തന്നെയായിരുന്നു. പുള്ളി ആദ്യമായിട്ട് ഇവിടെ ഭയങ്കര പേരിട്ട ആളാ AV ജോസഫ് എന്ന് പറഞ്ഞാൽ. കാളേനും കൊണ്ടിങ്ങനെ വിടാൻ നടക്കൂല പാടത്തോട് മുമ്പ്. അതാണത്. അന്ന് ചിന്നതായിരുന്നു. കമ്മ്യൂണിസ്റ്റിൻ്റെ തന്നെ ആര് വളർത്തിയ ഇത് തന്നെയായിരുന്നു. ഇടപ്പള്ളി പള്ളിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് 1918 നിർമ്മിച്ച കെട്ടിടം. 1950 കാലത്ത് കോൺഗ്രസിന്റെ ഓഫീസും മഹാത്മാ വായനശാലയും ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നു. ചോരെഴുതിയതിൽ ഒരാൾ പള്ളിപ്പാടൻ തോമസ്, പുള്ളിപ്പില്ല തോമസ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ എനിക്ക്. കാരണം നമ്മളൊക്കെ ഭയങ്കര സീനിയറാണ്. ഏതായാലും ഇത് ഇവിടെ ഇരിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ ബിൽഡിങ്ങിൻ്റെ ഇങ്ങോട്ടുള്ള ഇറക്കമുണ്ടല്ലോ, ആ ഇറച്ചാട്ടൽ കൊണ്ടാണ് ഇതിങ്ങനെ ഈ എഴുതി വെച്ചത് പോകാഞ്ഞത്. ഇത് പെയിൻ്റ് അല്ല, ഇത് റെഡ് ഓക്സൈഡാണ്. പെയിൻ്റാണ് പണ്ടൊക്കെ കൊണ്ട് പോകാഞ്ഞത്. കടുത്ത പോരാട്ടത്തിനൊടുവിൽ കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി AM തോമസ് 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. നിയമസഭയിലേക്ക് മത്സരിച്ച അന്നത്തെ DCC പ്രസിഡന്റ് കൂടിയായിരുന്ന AV ജോസഫ് CPI-യിലെ TK രാമകൃഷ്ണനോട് 3786 വോട്ടിന് പരാജയപ്പെടുകയും ചെയ്തു. അലോഷിക്കൊപ്പം കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24.